ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കൂന്തൽ റോസ്റ്റാണ്. ഇത് കൂന്തൽ റോസ്റ്റ്, കൂന്തൽ കറി എന്ന് എന്ത് വേണമെങ്കിലും പറയാം. ഇത് തയ്യാറാക്കുമ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറിയായിട്ടും, ഗ്രേവി ഇല്ലാണ്ടാക്കുകയാണെങ്കിൽ റോസ്റ്റായിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കൂന്തൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതും ഒരു വലിയ സവോളയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ ഓയിലിലേക്ക് നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു സവോള അരിഞ്ഞതും ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറണം കേട്ടോ. ഇനി സവാള നല്ലോണം വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 4 പച്ചമുളക് നടുക കീറിയതും കൂടിയിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സവാള ജസ്റ്റ് ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം സവാള വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ. 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ പച്ചമുളകും മുളക് പൊടിയെല്ലാം നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും പച്ചമുളകും കുരുമുളകും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചും എടുക്കണം. ഇങ്ങനെ എടുത്താൽ അതൊരു കറക്റ്റ് അളവാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഒരു സ്പൈസി ഇഷ്ടമുള്ളവർ ഇതേ അളവ് തന്നെ എടുക്കുക. ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണമെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു മീഡിയം സൈസുള്ള തക്കാളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി നമ്മുടെ ഈ മസാലയിൽ നല്ലവണ്ണം എന്താ പറയുക മാഷായി കിട്ടണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ മസാല നല്ലവണ്ണം ഇതിൽ അടിഞ്ഞു വരണം. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത് ഈ തക്കാളി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൂന്തലിന് ഓൾറെഡി വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത് തക്കാളി ഒന്ന് വേവാൻ വേണ്ടി മാത്രം ഞാൻ ഒഴിച്ചു കൊടുത്തതാണ്. നിങ്ങൾ ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. തക്കാളി നല്ലോണം ഒന്ന് ഇതിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചത് കൊണ്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. കാരണം തക്കാളിയും ആ ഒരു വെള്ളവും മസാലയും ഒക്കെ നല്ലോണം അതിലേക്ക് ഇറങ്ങിയിട്ട് മാഷായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് തക്കാളി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി, വെള്ളം ഒഴിക്കാതെ തന്നെ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തക്കാളി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കഴുകി നല്ല വൃത്തിയാക്കി വെച്ച കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കൂന്തൽ വൃത്തിയാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ കൂന്തൽ വൃത്തിയാക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല വൃത്തിയായി കഴുകിയത് ഇങ്ങനെ റിംഗ് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കൂന്തൽ കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ ഷേപ്പിലോ വളരെ ചെറിയ പീസസ് ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ റിംഗ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇത് കൂന്തൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കൂന്തലിന് തന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങിയതിന് ശേഷം കൂന്തൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ മസാലയും തക്കാളി ഉള്ളി എല്ലാം ഉള്ള മിക്സ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ കൂന്തൽ ഞാൻ നല്ലോണം ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കൂന്തൽ നല്ലോണം വെന്ത് കിട്ടും. കൂന്തലിൽ നിന്നുള്ള വെള്ളവും കൂടി അതിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിൽ കൂന്തലിൽ നിന്നും കൂടിയുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി കേട്ടോ. ഇനി ഇതിലൊന്നും പണിയില്ല. അപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കൂന്തൽ വെന്ത് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടി വെക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ ഏകദേശം നല്ല കറക്റ്റായിട്ട് തന്നെ കൂന്തൽ വെന്ത് കിട്ടും. കൂന്തൽ ഒരിക്കലും ഓവർ കുക്കായി പോകാനും പാടില്ല. അപ്പോൾ ഒരു റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ഇതിവിടെ കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായി ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി റെഡിയായി. ഇത് ഇത്ര പണി മാത്രമേ ഉള്ളൂ. പോരാഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കാണ്ട് കൂന്തലിൽ ഇറങ്ങുന്ന വെള്ളം തന്നെ ഇതിൽ വന്ന് വെന്ത് കിട്ടുന്നതാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കൂന്തൽ കിട്ടുകയാണെങ്കിൽ ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനൊക്കെ ഇത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.